എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വാട്സപ്പിൽ വന്നിരിക്കുന്ന കിടിലൻ രണ്ട് അപ്ഡേറ്റിനെ പറ്റിയാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വാട്സപ്പിൽ വന്നിരിക്കുന്ന ആ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വാട്സപ്പിൻ്റെ വീഡിയോ കോൾ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റാണ്. അപ്പോൾ വീഡിയോ കോൾ വന്നിരിക്കുന്ന ഈ ഒരു ഫീച്ചർ നമുക്ക് എന്താണെന്ന് നോക്കാം. അതിനിട്ട് ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് മറ്റൊരു ഫോണിലേക്ക് ഞാൻ കോൾ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് മറ്റൊരു ഫോണിലേക്ക് ഞാൻ കോൾ ചെയ്തു. അതിനുശേഷം നമ്മൾ സ്ക്രീനിലൊന്ന് ടച്ച് ചെയ്യുകയാണെങ്കിൽ ആ സ്ക്രീനിലുള്ള ഓപ്ഷൻസൊക്കെ നിങ്ങൾക്ക് ഇവിടെ വരുന്നതാണ്. അപ്പോൾ അതിൽ മുകളിലായിട്ട് നിങ്ങൾക്ക് 3 ഓപ്ഷൻ കാണാം. അതിൽ ആദ്യത്തേത് കോൺടാക്റ്റ് എന്നൊരു ഓപ്ഷൻ, രണ്ടാമത് നമ്മുടെ ക്യാമറ ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ, അപ്പം മൂന്നാമതായിട്ട് നിങ്ങൾക്കൊരു പുതിയൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. അതായത് നമുക്ക് ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് ഫിൽറ്റേഴ്സ് ആഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കോൾ വിളിച്ചുകൊണ്ട് പലതരത്തിലുള്ള ഫിൽറ്റേഴ്സ് നമുക്ക് ആഡ് ചെയ്ത് നമുക്ക് വീഡിയോ കോൾ ചെയ്യാമെന്നുള്ളതാണ് അതിൽ വന്നിരിക്കുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്കൊന്ന് പല ഫിൽറ്റേഴ്സ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്കിവിടെ ഫിൽറ്റേഴ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്കിവിടെ സ്ക്രീനിൽ ആ ഫിൽറ്റേഴ്സ് ചേഞ്ച് ആകുന്നത് നിങ്ങൾക്കിവിടെ നല്ലതായിട്ട് കാണാവുന്നതാണ്. വളരെ രസകരമായിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഇങ്ങനെ പലതരം ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഫീച്ചറാണ് നമ്മൾ ഈ കണ്ടത്, ഫിൽറ്റേഴ്സ് നമുക്ക് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് വീഡിയോ കോൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് മുകളിലായിട്ട് നിങ്ങൾക്ക് വേറെ ഒരു ഓപ്ഷൻ കാണാം. അതായത് രണ്ടാമത് നിങ്ങൾക്ക് ബൾബിൻ്റെ ഒരു ഐക്കൺ നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ്. അതായത് ഈ ഒരു ബൾബിൻ്റെ ഐക്കൺ എന്ന് പറയുന്നത് ലോ ലൈറ്റ് മോഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ലോ ലൈറ്റ് മോഡ് ഓഫ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ലോ ലൈറ്റ് മോഡ് ജസ്റ്റ് ഓൺ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് നമ്മളെ വീഡിയോ കോൾ ചെയ്തിരിക്കുന്ന ആൾക്ക് ആ ഒരു ലൈറ്റ്, അതായത് ബ്രൈറ്റ്നസ് ചെറുതായിട്ടൊന്ന് ഡിം ആകുന്നതാണ്. അതാണ് ലോ ലൈറ്റ് മോഡ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഓൺ ചെയ്യുകയും ഓഫ് ചെയ്യുകയും ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് തൊട്ടപ്പുറത്തായിട്ട് തന്നെ വേറൊരു ഓപ്ഷൻ കാണാവുന്നതാണ്. ഒരു മാസ്കിൻ്റെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ്. അതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ എൻ്റെ മുഖത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ പാടുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. അപ്പോൾ ആ ഒരു മൂന്നാമത്തെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ടച്ചപ്പ് മോഡ് എന്ന് പറഞ്ഞാണ്. അപ്പോൾ ആ ഒരു ടച്ചപ്പ് മോഡ് നിങ്ങൾ ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ മുഖത്തുള്ള ആരെല്ലാം പാടുകളെല്ലാം മാറി കറക്റ്റ് മേക്കപ്പ് ചെയ്തതുപോലെ തന്നെ ഇരിപ്പുണ്ട്. അതായത് വളരെ സ്മൂത്തായിട്ടാണ് എൻ്റെ മുഖം ഇപ്പോൾ കാണുന്നത്. ഒരു പാടുകൾ ഇപ്പോൾ ഇവിടെ കാണുന്നില്ല. അതാണ് ഈ ടച്ചപ്പ് മോഡ് എന്ന് പറയുന്നത്. ഈ ടച്ചപ്പ് മോഡ് ഓഫ് ചെയ്താൽ വീണ്ടും നമ്മുടെ മുഖത്ത് പഴയതുപോലെ തന്നെ പാടുകളും കാര്യങ്ങളൊക്കെ കാണാം. അതാണ് ആദ്യത്തെ കുറച്ച് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് തൊട്ട് താഴെ കാണാം, ബാക്ക്ഗ്രൗണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻസിനെ പറ്റി ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മാറ്റുന്നതിനെ പറ്റി ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു. എന്നാൽ അത് സാംസങ്ങിൻ്റെ ഫോണിലുള്ള ഫീച്ചറാണ്. അത് നമ്മുടെ വാട്സപ്പിലും മെസ്സഞ്ചറിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഫീച്ചറാണ്. അപ്പോൾ പലർക്കും, അതായത് സാംസങ്ങിൻ്റെ ഫോൺ അല്ലാത്ത മറ്റു ഫോൺ ഉപയോഗിക്കുന്നവർക്ക് പലർക്കും ഈ ഒരു ഓപ്ഷൻ ലഭിക്കുന്നില്ല എന്ന് പറയുകയുണ്ടായി. എന്നാൽ ഈ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വാട്സപ്പിൽ വന്നിരിക്കുന്ന അപ്ഡേറ്റ് ആയതുകൊണ്ട് ഏതൊരു ഫോൺ ഉപയോഗിക്കുന്നവർക്കും, ഏത് ഫോണിൽ ഉപയോഗിക്കുന്നവർക്കും ഈ ഒരു അപ്ഡേറ്റ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ഓപ്ഷൻ കാണാം. ആദ്യത്തെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് ബ്ലർ ചെയ്തുകൊണ്ട് നമ്മളെ മാത്രം ഫോക്കസ് ചെയ്ത് നമുക്ക് ഇതിൽ വീഡിയോ കോൾ ചെയ്യാവുന്നതാണ് ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്. അടുത്ത ഓപ്ഷൻസ് എന്ന് പറയുന്നത് നിരവധി ബാക്ക്ഗ്രൗണ്ടുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. അത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതായത് പല ബാക്ക്ഗ്രൗണ്ടുകൾ നമുക്കിതിൽ ചേഞ്ച് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പലതരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ ഇവിടെ ചേഞ്ച് ആകുന്നത് ഞാൻ കാണിച്ചു തരാം. പലതരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ നിങ്ങൾക്കിവിടെ ചേഞ്ച് ആകുന്നത് കാണാം. പക്ഷേ ഇതിലൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ ഇവർ കൊടുത്തിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് മാത്രമേ നമുക്കിതിൽ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. എന്നാൽ ഞാൻ മുമ്പ് കാണിച്ചൊരു വീഡിയോയിൽ, അതായത് നമുക്ക് സാംസങ്ങിൻ്റെ ഫോണിലുള്ള ഒരു ഫീച്ചർ, വീഡിയോ കോൾ എഫക്ട്സ് എന്ന് പറഞ്ഞ ഒരു ഫീച്ചറിൽ നമുക്ക് ഇതുപോലെ ഇതിനകത്തുള്ള ബാക്ക്ഗ്രൗണ്ട് മാത്രമല്ല നമുക്കിഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ടിൽ ആഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫോട്ടോസോ നമ്മുടെ വീടിൻ്റെ ഫോട്ടോസോ ഒക്കെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് വീഡിയോ കോൾ വിളിക്കാവുന്നതാണ് ആ ഒരു ഫീച്ചറുള്ള ഒരു പ്രയോജനം എന്ന് പറയുന്നത്. എന്നാൽ ഈ വാട്സപ്പിൻ്റെ ഈ ഒരു ഫീച്ചറിൽ ഇപ്പം ഈ തന്നിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി വരും അപ്ഡേറ്റുകളിൽ ഇത് വരുമോ ഇല്ലോ നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ വാട്സപ്പിൻ്റെ വീഡിയോ കോൾ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ടൊരു കിടിലൻ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ വാട്സപ്പിൽ വന്നിരിക്കുന്ന അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വാട്സപ്പിൻ്റെ സെറ്റിങ്സിലാണ് ഈ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അതിനായിട്ട് വാട്സപ്പിലെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ താഴോട്ട് നോക്കുകയാണെങ്കിൽ അവതാറിന് തൊട്ട് താഴെയായിട്ട് ഫേവറേറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ ഈ ഒരു ഓപ്ഷൻ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള കോൺടാക്റ്റുകൾ ഫേവറേറ്റ്സ് ആയിട്ടുള്ള കോൺടാക്റ്റുകളെ നമുക്കിതിൽ ആഡ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 3 കോൺടാക്റ്റ് ഞാൻ ജസ്റ്റ് ആഡ് ചെയ്ത് കാണിക്കാം. അതിനുശേഷം ഞാൻ ടിക്ക് കൊടുത്തു. ഇപ്പോൾ എനിക്ക് ഫേവറേറ്റുള്ള 3 കോൺടാക്റ്റ് നിങ്ങൾക്ക് ഇവിടെ ആഡായിരിക്കുന്നത് കാണാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ബാക്കിലോട്ട് പോവുകയാണ്. ബാക്കിൽ പോയതിന് ശേഷം നമ്മുടെ കോൾ ലോഗ് എടുക്കുകയാണ്. നമുക്കിവിടെ കോൾ ലോഗ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു 3 കോൺടാക്ട്സ് നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഇനി മുതൽ നിങ്ങൾക്ക് കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങും സെർച്ച് ചെയ്ത് പോകേണ്ട കാര്യമില്ല. ഈ ഒരു ഫേവറേറ്റ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ ഈ ഒരു ടോപ്പിലായിട്ട് തന്നെ കാണാം. നിങ്ങൾക്ക് ഇവിടുന്ന് ഡയറക്റ്റ് കോൾ ചെയ്യാവുന്നതാണ് ഒന്നാമത്തെ ഇതെന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ അതിൽ പറയാം. അതായത് വീണ്ടും നിങ്ങൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക, അവിടെ ഫേവറേറ്റ്സ് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ 3 കോൺടാക്റ്റ് ആഡ് ചെയ്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ഗ്രൂപ്പ് വേണമെങ്കിലും ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് എനിക്ക് 3ാമത് ആഡ് ചെയ്ത കോൺടാക്റ്റ് ആയിരുന്നു ആദ്യമേ നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടത് എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ എന്ത് ചെയ്യുന്നത്, എല്ലാം ഡിലീറ്റ് ആക്കിയതിന് ശേഷം വീണ്ടും 3ാമത് കാണുന്ന ആ ഒരു കോൺടാക്റ്റ് ആദ്യമായിട്ട് ആഡ് ചെയ്തിട്ട് പിന്നെ ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്തിട്ട് വരും. എന്നാൽ ഇത് നമ്മൾ ഡിലീറ്റ് ആക്കാതെ തന്നെ നമുക്ക് ഈ ഒരു 3ാമത് എടുക്കുന്ന കോൺടാക്റ്റ് നമുക്ക് ഫസ്റ്റ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുകളിലായിട്ട് കാണുന്ന ഒരു പെൻ്റെ ഐക്കൺ കണ്ടോ, അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ പുതിയൊരു ഓപ്ഷൻ റൈറ്റിൽ തെളിഞ്ഞു വന്നിരിക്കുന്നത് കാണാം. അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അത് ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അതിന് സൈഡിലോട്ട് നിങ്ങൾക്ക് 2 ലൈൻ കണ്ടോ, ആ ഒരു ലൈനിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. ഞാൻ ഇപ്പോൾ ഇവിടെ 3ാമത്തെ കോൺടാക്റ്റാണ് പ്രസ് ചെയ്ത് പിടിക്കുന്നത്. ആ ഒരു കോൺടാക്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഡ്രാഗ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു കോൺടാക്റ്റ് നമുക്ക് ആദ്യം തന്നെ കൊണ്ട് ഇടാവുന്നതാണ്. അതായത് നമുക്ക് ഇഷ്ടമുള്ള ഫേവറേറ്റ്സ് ഉള്ള കോൺടാക്റ്റ് നമുക്ക് ആഡ് ചെയ്യാനും പറ്റും. അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റീഓർഡർ ചെയ്യാനും നമുക്കിതിൽ സാധിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ വാട്സപ്പിൽ വന്നിരിക്കുന്ന രണ്ടാമത് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ കാണിച്ചിരിക്കുന്ന എല്ലാ കിടിലൻ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റ്സുമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നിടം വരെ എല്ലാവർക്കും ഗുഡ് ബൈ.